രാവിലെ തന്നെ ബി ഹൗസിൽ പലവിധ അടികൾ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ ഒരു മോർണിംഗ് ടാസ്ക് ആണ് ഈ ഒരു അടിക്ക് കാരണമായത്. അത് ബിഗ് ബോസ് പറഞ്ഞു തന്നെ കൊടുത്തതാണ്, നിങ്ങൾ തമ്മിൽ അടിക്കുക എന്ന് പറഞ്ഞ രീതിയിൽ. ആ ഒരു ടാസ്ക് ഇവർ തമ്മിൽ നല്ല രീതിയിലൊരു ഫൈറ്റിന് ഇനിയും കാരണം ഉണ്ടാക്കും. കാര്യം അതുപോലത്തെ ടാസ്ക് ആയിരുന്നു. അതായത് ഇവിടുത്തെ ആളുകളുടെ ക്യാരക്ടർ അനുസരിച്ച് ഒരു ഇരട്ടപ്പേരിടാം നല്ല രീതിയിലുള്ള ടാസ്ക് ആയിരുന്നു. അപ്പം ഗബ്രിയ രാവിലെ നമ്മുടെ റസ്മിൻ പറഞ്ഞു കള്ളൻ എന്ന രീതി പറഞ്ഞു ക്യാരക്ടറിൻ്റെ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതെന്തായാലും ഗബ്രിയുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ രാവിലെ സ്റ്റോർ റൂമിൽ ബെല്ലടിച്ചപ്പോൾ നമ്മുടെ ഗബ്രി ഓടി ആ സ്റ്റോർ റൂമിനകത്ത് കയറി. നെക്സ്റ്റ് ടീമിലെ കുറച്ച് പേരും കൂടെ ഓടുന്നുണ്ട്. അപ്പോൾ ഇവരെന്തോ ഫണ്ടിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഇതിനകത്ത് കയറിനെ കുറിച്ച് നമ്മുടെ റെസിപ്പി ചോദ്യം ചെയ്തു. അപ്പം മാത്രമല്ല ശ്രീധുവിൻ്റെ മൈക്ക് വന്നപ്പോൾ ശ്രീധു സ്റ്റോർ റൂമിൽ കയറി എടുത്തു. അപ്പം ആ ഒരു കാര്യവും നമ്മുടെ റെസിപ്പി ചോദ്യം ചെയ്തു. അപ്പം ശ്രീധുവിന് ഇഷ്ടപ്പെട്ടില്ല. ശ്രീധു പറഞ്ഞു ഞാൻ ഇങ്ങനൊരു കാര്യം കൊണ്ടുവന്ന പിന്നെ എന്നോട് എന്തിനാണ് പറയുന്നതെന്ന്. അത് ആര് കൊണ്ടുവന്നാലും പിന്നീട് അടുത്ത ക്യാപ്റ്റന്മാർ വരുമ്പോൾ അത് ആ ഒരു കാര്യം നല്ലതാണെങ്കിൽ എടുക്കുന്നതിനെ കുറിച്ച് കുറ്റമൊന്നുമില്ലല്ലോ. അപ്പം അതെന്തായാലും ചോദ്യം ചെയ്യും. ഇപ്പം തൻ്റെ ക്യാപ്റ്റൻസി നല്ലതുപോലെ ചെയ്തതുപോലെ തന്നെ മറ്റൊരാൾക്കും ചെയ്യണമെന്ന് ആഗ്രഹം കാണുമല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ റെസ്മി പറഞ്ഞു എടുക്കരുത് എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു കാര്യം അവിടെ നമ്മുടെ ശ്രീധുവിന് ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല ഗബ്രിക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ഗബ്രി പറയുന്നത് സ്റ്റോർ റൂമിൽ കയറിക്കൂടാന്ന് നിയമമൊന്നുമില്ലല്ലോ, സാധനം എടുക്കാതിരുന്നാൽ പോരെ, ഞാൻ ഗബ്രി കയറിയതേ ഉള്ളൂ ഒന്നും എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് റെസ്മിനുമായിട്ട് വഴക്കുണ്ടാവുകയാണ്. പിന്നെ റെസ്മിൻ്റെയും ഗബ്രിയുടെയും വായുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അതായത് ജാസ്മിൻ്റെ പേരിലുള്ള വഴക്ക് തന്നെയാണ് ഗബ്രിയും ഇതേപോലെ റെസ്മിൻ തമ്മിലുള്ള ആ ഒരു വഴക്കുണ്ടാവാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് റെസ്മിൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ജാസ്മിൻ തന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നത് എന്നുള്ള തോന്നൽ റെസ്മിനെ കുറിച്ച് പല കാര്യങ്ങൾ ജാസ്മിനോടും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ റെസ്മിനും ഉണ്ട്. അപ്പം രണ്ടുപേർക്കും ഈ ജാസ്മിൻ്റെ കാര്യം വെച്ച് തന്നെയുള്ള വഴക്ക് ഇനിയും തുടരുമെന്ന് തന്നെയാണ് കാണാൻ പോകുന്നതും. അതുപോലെ തന്നെ നമ്മുടെ നോറയ്ക്കും രാവിലെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. പല ആളുകളും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകൾ നോറയുടെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നോറയുടെ ഗെയിം പുറത്തേക്ക് വരുവാണ്. പല ആളുകളും നോറയുടെ ഗെയിം എന്താണെന്ന് പറയുന്നുണ്ട്. കൂടുതൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ടുപേരെന്ന് പറയുന്നത് ശ്രീരേഖ പറഞ്ഞതും അതുപോലെ തന്നെ നമ്മുടെ സിജോ പറഞ്ഞതും. ശ്രീരേഖ പറയുന്നത് നമുക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് പുറത്തുനിന്ന് ഒരുപാട് കാര്യം അനുഭവിച്ച് വന്ന ഒരാളാണ് നമ്മുടെ നോറ. 22 വയസ്സിൽ ഭയങ്കര ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു 25ാമത്തെ വയസ്സിൽ ബിഗ് ബോസിലേക്ക് വരുന്നു. ഏതാണ്ട് 2-3 വർഷത്തെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കുറഞ്ഞ കാലയളവിൽ തന്നെ തൻ്റെ ദുഃഖങ്ങൾ എല്ലാം റെഡിയാക്കാൻ നമ്മൾ നോറയ്ക്ക് കഴിഞ്ഞു അല്ലേ. പക്ഷേ അത് വെച്ച് പറയുമ്പോൾ ശ്രീരേഖ പറയുന്നത് തൻ്റെ ലൈഫിലുണ്ടായ ഒരു കാര്യം മറക്കാൻ 10, 15, 12 വർഷം എടുത്തു എന്ന്. അപ്പോൾ അത്രയ്ക്കും വീക്കാണ് ഞാൻ. അപ്പോൾ എന്നെക്കാൾ സ്ട്രോങ് ആയ ഒരാളാണ് നോറ. പക്ഷേ നോറ ഇവിടെ ആരെന്നും അല്ല പറഞ്ഞ പെട്ടെന്ന് കരയുമെന്ന്. അതൊരു വാലിഡ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമ്മൾ സിജോ പറഞ്ഞ കാര്യം, സിജോ പറയുന്നത് സിജോയും റോക്കിയും തമ്മിലുണ്ടാവാൻ ഫൈറ്റ് ഉണ്ടാവാൻ ഉള്ള മെയിൻ കാരണം നോറയുടെ കുത്തിത്തിരിപ്പാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മുടിയൻ, ശരണ്യ, അർജുൻ പ്രശ്നത്തിലും നോറ തന്നെയാണ് ഇവിടെ മെയിൻ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന രീതിയിൽ വ്യക്തമായിട്ട് എന്താണ് നോറയുടെ ഗെയിം എന്ന് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും കുറിച്ച് അതൊക്കെ പറഞ്ഞിട്ട് ബാത്റൂം ഏരിയ പോയിരുന്ന കരയുന്ന കാര്യമൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇത്രയൊക്കെ നോറയെ പറഞ്ഞിട്ടും നോറ കരഞ്ഞില്ല. കാര്യം എല്ലാവരുമായിട്ട് ആളുകൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനിയിപ്പോൾ കരച്ചിലൊന്നുമില്ല. ഇനിയിപ്പം അൻസിബയെ പിടിച്ചിരിക്കുകയാണ്. അൻസിബയോട് ഇങ്ങനെ എല്ലാം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, എന്നിട്ട് എല്ലാവരും എന്നെ കുറ്റം പറയുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും രാവിലത്തെ ടാസ്കിന് ശേഷം ബി ഹൗസ് പുകഞ്ഞിരിക്കുകയാണ്. ഇനി ടാസ്ക് ഇനി വരാൻ പോകുന്ന വീക്കിലി ടാസ്ക് കൂടെ കഴിയുമ്പോൾ എന്താകും അവസ്ഥയെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം അതും നല്ല അടിക്കുള്ളൊരു ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നോക്കാം ആരായിരിക്കും ഈ ടാസ്കിൽ ആദ്യം പുറത്താക്കാൻ പോകുന്നതെന്നും ആരാണ് വിൻ ചെയ്യാൻ പോകുന്നതെന്നും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷന്മാർ ഉടനെ വരുന്നതായിരിക്കും.